അമ്മയ്ക്കെതിരായ അസഭ്യ മുദ്രാവാക്യത്തിൽ വൈകാരികമായി പ്രതികരിച്ച് നരേന്ദ്രമോദി മരിച്ചുപോയ തന്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നും എല്ലാ അമ്മമാരെയുമാണ് കോൺഗ്രസും RJDയും അപമാനിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. हर मां चाहती है कि बेटा बड़ा हो, मां के लिए कुछ न कुछ करता रहे, लेकिन मेरी मां ने खुद के लिए नहीं, आप जैसी करोड़ों माताओं की मैं सेवा कर सकूं इसलिए खुद से अलग करके मुझे जाने की इजाजत दी. अब मेरी मां का शरीर तो इस दुनिया में नहीं है. मेरी उस मां को जिसका राजनीति से कोई लेना देना नहीं, जिसका शरीर भी अब नहीं है, मेरी उस मां को RJD कांग्रेस के मंच से भद्दी भद्दी गालियां दी गई. മനു ഭാരത് ചേരുന്ന വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, എന്തൊക്കെ ഖേദപ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായി പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എന്തൊക്കെ ആണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി ഇന്ന് രൂക്ഷമായ വിമർശനത്തിനപ്പുറത്തേക്ക് ഇതൊരു വൈകാരിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ബീഹാർ രാജ്യ ജീവിക നിധി സംഘർഷ് എന്ന അവിടുത്തെ ഒരു വനിതാ സംരംഭകരുടെ ഒരു സംഘിൽ അദ്ദേഹം നൂറുകണക്കിന് അവിടുത്തെ ഈ സ്വയം സംരംഭകരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൈകാരികമായ ഇത്തരം ഒരു പ്രകടനം നടത്തിയത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇത്രയും വലിയ സ്ത്രീ കൂട്ടത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു വലിയ സദസ്സിനെ വെർച്വലായി അഭിസംബോധന ചെയ്തത്. അതിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ തങ്ങളെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് തങ്ങളെ പരിരക്ഷിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇവിടെ തൻ്റെ അമ്മ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ പിരിഞ്ഞിരുന്നു. വലിയൊരു ത്യാഗമാണ് അതുവഴി ചെയ്തത്. അങ്ങനെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി തന്നെ വിട്ടതുകൊണ്ട് രാജ്യത്തെ നൂറുകണക്കിന് അമ്മമാരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും തനിക്ക് കഴിഞ്ഞു. പക്ഷേ 100 വയസ്സ് കഴിഞ്ഞ് ഈ ലോകം വിട്ടുപോയ തൻ്റെ അമ്മയെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു അമ്മയെക്കുറിച്ച് ഇങ്ങനെ മോശം ഭാഷ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ഇത് പറയുമ്പോൾ ആ പ്രസംഗം കേട്ടിരുന്ന പല ആളുകളും വികാരാതീതരായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പ്രധാനമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. നിങ്ങളുടെ പലരുടെയും കണ്ണുകളിൽ എനിക്ക് കണ്ണുനീർ കാണാൻ കഴിയും. ഇത് നിങ്ങളെപ്പോലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇതിൻ്റെ വേദന മനസ്സിലാകും. അതേസമയം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മുഖ്യമന്ത്രിയുടെ മകന് ബീഹാറിൽ ഒരു വശത്തുണ്ട്, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ തേജസ്വിനെയും രാഹുലിനെയും ചൂണ്ടിക്കാണിച്ചു. അവർക്ക് പാവപ്പെട്ട അമ്മമാരുടെ വേദന അറിയില്ല. സാധാരണക്കാരായ ഒരു അമ്മ മകനെ വളർത്താനെടുക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അമ്മമാരുടെ വേദന അവർക്കറിയില്ല. സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാടാണ് അവർക്കുള്ളത്. അവർ അധികാരത്തിൽ വരുമ്പോഴെല്ലാം സ്ത്രീ വിരുദ്ധമായ നിയമങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയമായ കൂടിയും അതിനപ്പുറത്തേക്ക് അത് വൈകാരികമായൊരു വിഷയമായി ബീഹാറിലെ സ്ത്രീകൾക്കിടയിൽ ഉയർത്തുകയാണ്. അത് കേട്ടുകൊണ്ടിരുന്ന പല സ്ത്രീകളും കരഞ്ഞു. ഒപ്പം തന്നെ ബീഹാറിലെ BJPയുടെ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിനെ പോലുള്ളവർ തന്നെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വികാരാതീതരായി മാറുന്ന കാഴ്ചയൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ വൈകാരികമായ ഒരു പ്രതലം സൃഷ്ടിച്ച് അത് വലിയ ഒരു വിഷയമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അമ്മമാർക്ക് നേരെ നടത്തുന്ന ഒരു മോശം പ്രതികരണമായി തന്നെ ഉയർത്തിക്കാണിക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞു. അത് രാജ്യത്ത് വലിയ തോതിൽ ഇന്ന് ചർച്ചയാവുകയും ചെയ്തു. ബീഹാറിലും ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് നടപടികൾ എടുത്തിട്ടുണ്ട്, പ്രതിയെ പിടിച്ചിട്ടുണ്ട്. മറ്റ് കോൺഗ്രസിലെയും ആളുകൾ RJDയിലെയും ഒക്കെ ആളുകൾ ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ വ്യക്തമാക്കുമ്പോഴും ഇത് കോൺഗ്രസിൻ്റെ RJDയുടെ ഒരു വേദിയിൽ വെച്ചാണ് ഒരാൾക്ക് അവരെല്ലാം അവിടുന്ന് പോയതിനു ശേഷമായിരിക്കാം, പക്ഷേ അങ്ങനെ വേദിയിൽ വെച്ചാണ് ഇത് പറഞ്ഞത് എന്ന തരത്തിൽ പ്രധാനമന്ത്രി ഉയർത്തിക്കാണിക്കുകയും അത് സ്ത്രീകൾക്ക് നടുവിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നീക്കമായി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഇത് കോൺഗ്രസിനും RJDക്കും ഇതുപോലെ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഉള്ളത് എന്ന് പറയാൻ കൂടി രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ ഒരു ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി ഇന്ന് ചെയ്തത്. സൂചിപ്പിച്ച പോലെ വൈകാരികമായി അതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു. അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.